കോട്ടയം പൊൻകുന്നത്ത് കിണർ വൃത്തിയാക്കാനിറങ്ങിയ തൊഴിലാളി മരിച്ചു. 1-ാം മൈൽ സ്വദേശി ജിനോയാണ് കിണറ്റിൽ നിന്ന് തിരിച്ചു കയറുന്നതിനിടെ തൂണിടിഞ്ഞ് വീണ് മരിച്ചത്. വിവരങ്ങളുമായി ടോബി ജോൺസൺ ചേരുന്നുണ്ട്. ടോബി, ദാരുണമായ സംഭവമാണ്. കിണറ്റിലിറങ്ങുമ്പോൾ സാധാരണ ഈ ശ്വാസം കിട്ടാതെയൊക്കെയുള്ള അപകടങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ആ ജോലിയെല്ലാം കഴിഞ്ഞ് പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള ഒരു അപകടം. എന്താണ് സംഭവിച്ചത്? ആശുപത്രിയിലേക്ക് എത്തിക്കാനൊന്നും കഴിഞ്ഞില്ലേ? ഗോകുൽ, തീർച്ചയായിട്ടും ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഏകദേശം 2 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. കിണർ തേകുന്നതിന് വേണ്ടി, അതായത് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഈ ജിനോ കിണറ്റിലേക്ക് ഇറങ്ങിയിരുന്നു. ഒപ്പം തന്നെ ഒരു സഹായം ഉണ്ടായിരുന്നു. തുടർന്ന് ഇതിനിടയിൽ ഈ കിണർ വൃത്തിയാക്കുന്നതിനിടയിൽ മറ്റു ചില ആവശ്യങ്ങൾക്ക് ഈ പമ്പ് സെറ്റ് എടുക്കുന്നതിനും മറ്റും മുകളിലേക്ക് കയറാൻ ശ്രമിച്ചു. ഈ മുകളിലേക്ക് കയറുമ്പോൾ ഈ കിണറിന്റെ അരികിലായിട്ട് ഒരു തൂണുണ്ട്. ആ തൂണിലാണ് ഈ കയറ് ബന്ധിപ്പിച്ചിരുന്നത്. ആ തൂണ് മറിഞ്ഞു വീണാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഉടൻ തന്നെ കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സ് അവിടേക്ക് എത്തുകയും ജിനോയെയും അതുപോലെ തന്നെ ഈ അപകടത്തിൽ പരിക്കേറ്റ സനീഷ് എന്ന് പറയുന്ന വ്യക്തിയെയും ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. ഈ കിണർ വൃത്തിയാക്കുന്ന ജോലികൾ കഴിഞ്ഞ കുറെ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇദ്ദേഹത്തിന് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം. പക്ഷേ ഈ 2 ദിവസമായി അതിശക്തമായിട്ടുള്ള മഴയുണ്ട്. ഈ മഴയെ തുടർന്നാണ് ഈ തൂണ് കുതിർന്നിരിക്കുകയായിരുന്നു എന്നാണ് ആ പ്രദേശത്തുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഈ തൂണ് മറിഞ്ഞ് കിണറിലേക്ക് വീഴുന്നൊരു അവസ്ഥയുണ്ടായത്. എന്തായാലും കൂടെയുള്ള സനീഷിനും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫയർഫോഴ്സ് എത്തിയാണ്, കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സ് എത്തിയാണ് ഈ 2 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റിയത്. പക്ഷേ ജിനോയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഗോകുൽ, ശരി, ഏതായാലും ദാരുണമായ സംഭവമാണ് കോട്ടയത്ത് ഉണ്ടായത്. പൊൻകുന്നത്താണ് കിണർ വൃത്തിയാക്കി തിരിച്ചു കയറുന്നതിനിടയിൽ ആ തൂണിടിഞ്ഞ് വീണാണ് മരണം സംഭവിച്ചിരിക്കുന്നത്.